ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ 110 cc, അതായത് പഴയ മോഡൽ ആക്റ്റീവ 3G ഒക്കെ വന്നേക്കാലം മുമ്പുള്ള വണ്ടിയാണ്. അത് നമുക്ക് വണ്ടി ഉപയോഗിക്കാണ്ട് കുറച്ചാൾ കയറിയിരുന്നു. അതേപോലെ തന്നെ വണ്ടി ഫുൾ വർക്ക്, അത്യാവശ്യം അതിൻ്റെ ഫുൾ പെയിൻറ്റിങ്ങും അത്യാവശ്യം ബോഡി പാർട്സ് കുറച്ചൊക്കെ മാറ്റാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും പ്രകാരം നമ്മൾ വണ്ടി അഴിച്ചിട്ടുണ്ട് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളതിൻ്റെ ബോഡി പാർട്സൊക്കെ പെയിൻറ്റിങ്ങിൻ്റെ കണക്കാക്കിയിട്ട് അഴിച്ചാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറേ പാർട്സുകൾ നമുക്ക് ഡാമേജുള്ള ഭാഗങ്ങളുണ്ട്. അതായത് ഫ്ലോറിൻ്റെ ഈ പാനലൊക്കെ തുരുമ്പിട്ട് പോയതാ. ഇത് 2 കവർ തന്നെ ഫ്ലോർ പാനലിന്, അത് 2 മാറാനുണ്ട്. ഈ ഇൻഡിക്കേറ്റർ വിങ്കർ ലെൻസ് ചേഞ്ച് ചെയ്തിടാനുണ്ട്. വിങ്കർ ലെൻസ് നമ്മൾ പെയിൻറ്റിങ് ചെയ്ത് കയറ്റുമ്പോൾ നമുക്ക് വിങ്കർ ലെൻസ് ഇപ്പോൾ ഇത് മാത്രം പൊട്ടിയങ്ങനെ മാത്രമല്ല മറ്റേതും കൂടി ചേഞ്ച് ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ ഓൾറെഡി കളറ് ഫേഡായി പോയിട്ടുണ്ടാവും. അതായത് ഹെഡ്ലൈറ്റിൻ്റെയൊക്കെ കളറ് ഫേഡാവും. അപ്പോൾ നമ്മൾ ബാക്കിയത്തെ ക്ലിയർ ചെയ്ത് വരുമ്പോൾ അത് മാത്രം തിരിഞ്ഞ് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഐറ്റംസ് കൂടി നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ അതിൻ്റെ മിറർ കംപ്ലൈൻ്റ് ഉണ്ട്. അതേപോലെ ബോഡി പാർട്സുകൾ ഈ വന്ന ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ചിളക്കുണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് ലെവൽ ചെയ്തിട്ട് വേണം പെയിൻറ്റ് ചെയ്യാനായിട്ട്. ആ ഭാഗങ്ങളൊക്കെ ഉണ്ട്, പാച്ച് വർക്ക് തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഭാഗം പൊട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ലഗേജ് ബോക്സ്, ഇത് സീറ്റിൻ്റെ അടിയിൽ വന്ന ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഇവിടുത്തെ ലോക്ക് ഈ സൈഡൊക്കെ പൊട്ടിയിരിക്കുന്നു കേട്ടോ. അതേപോലെ അങ്ങനെ ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മളതിൻ്റെ വണ്ടി ജസ്റ്റ് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി ഓടിച്ചൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ ഇപ്പോൾ ബാക്കിലത്തെ വീലൊക്കെ, അപ്പോൾ ഈ വീല് കറങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഉള്ളിൽ ടയറിൻ്റെ അലൈൻമെൻറ്റ്, ടയർ മോശമാണ് അതിൻ്റെ. തന്നെയല്ല നമുക്ക് അതിൻ്റെ റിമ്മൊക്കെ ഉള്ളിൽ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് പെയിൻ്റ് അടിക്കുന്നത്. കാരണം ഞാൻ റിമ്മിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയൊക്കെ നമുക്ക് അഴിക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഫുള്ള് തുരുമ്പാണത്. അതുകൊണ്ട് തന്നെയാണ് ടയർ ബഡ്ജ് ചെയ്ത് പോകുന്നേക്കുന്നത്. അപ്പോൾ അഴിച്ച് നോക്കിയിട്ട് ടയർ കറക്റ്റ് അലൈൻമെൻറ്റിൽ നിറയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടയറിൻ്റെ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടയർ ചേഞ്ച് ചെയ്തിടേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ശരിക്കും ഫുള്ളായിട്ട് അഴിച്ചിട്ട് വേണം അടിച്ച് കയറ്റാനായിട്ട്. കാരണം നമുക്ക് എഞ്ചിൻ ഭാഗം അഴിച്ചാലാണ് നമുക്ക് ബാക്കിയത്തെ ക്ലിയറായിട്ട് അടിക്കാനായിട്ട് പറ്റുള്ളൂ. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് മൺകാട് കംപ്ലൈൻ്റ് ആകും. കാരണം മൺകാടിൻ്റെ വെൽഡിങ് ഒക്കെ വിട്ടുപോയേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്കത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഫോർക്ക് കഴിക്കണം. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെയാണ് നമുക്ക് അതിൻ്റെ ബെയറിങ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യണം. പിന്നെ ഫ്രണ്ടിലത്തെ ഈ വീലിൻ്റെ ഇവിടെ വന്ന ബുഷുകളൊക്കെ പോയി കിടക്കാതുണ്ടോ, നല്ല ഷെയ്ക്കാണ് ഇങ്ങനെ. അപ്പോൾ അത് അഴിക്കുമ്പോൾ നമുക്ക് ആ ബുഷൊക്കെ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ കേബിളുകളൊക്കെ ടൈറ്റ് ഉണ്ട്. അതേപോലെ ബാറ്ററിയുടെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓൾറെഡി ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഞാൻ ബാറ്ററി ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ കണ്ടീഷൻ കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ബാറ്ററിയുടെ വോൾട്ട് നോക്കുമ്പോൾ 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് ബാറ്ററി കംപ്ലൈൻ്റ് കാണിക്കുക, പോയതായിട്ട് കാണിക്കുക. അപ്പോൾ സെൽഫൊക്കെ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആക്കണമെന്നുണ്ടെങ്കിൽ ബാറ്ററിയൊക്കെ മാറ്റേണ്ടി വരും. പിന്നെ അതേപോലെ കേബിളുകളെല്ലാം തന്നെ ആക്സിലേറ്റർ, ക്ലച്ച്, ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആക്സിലേറ്ററിൻ്റെ ചോക്ക്, ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചേഞ്ച് ചെയ്തിട്ടാലാണ് നമുക്ക്, കാരണം ഉപയോഗിക്കാണ്ടിരിക്കുന്ന ഫുൾ ടൈറ്റായേക്കാണ്. അപ്പോൾ ഏകദേശം നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഒന്ന് റെഡിയാക്കാം. നമുക്ക് ഏകദേശം ഒരു കാൽക്കുലേഷൻ വേണമല്ലോ. അപ്പോൾ അതും പ്രകാരം നമുക്ക് ചെയ്യാം. ഏകദേശം എത്ര കോസ്റ്റ് വരുമെന്ന് എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം. കൃത്യമായിരിക്കണമെന്നില്ല, കാരണം നമുക്ക് ഇനി അസംബ്ലി ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ വേറെ എന്തെങ്കിലും ഭാഗങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഫുള്ളായിട്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റിങ്ങിലേക്ക് വിടലാണ് ഇല്ല. കാരണം എന്താ വെച്ചാൽ അവർ ക്ലീൻ ചെയ്ത് ഉരച്ചൊക്കെ വരുമ്പോൾ എന്തെങ്കിലും വെള്ളത്തിൻ്റെ പ്രസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് വന്നിട്ട് നമ്മൾ വീണ്ടും അഴിക്കാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ആ ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ചു നോക്കിയെന്നുള്ളൂ. ക്ലച്ചിൻ്റെ ഭാഗം സൗണ്ട് വ്യത്യാസം കൊണ്ടാണ് അഴിച്ചു നോക്കിയെന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഈ വീലുകളൊക്കെ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. അത് തുരുമ്പിട്ട് അതിൻ്റെ പ്ലേ വന്നിട്ടുണ്ട്. ഈ വീലാണെങ്കിൽ തുരുമ്പിട്ടും പോയത്. കാരണം ഈ വീല് മാറ്റിയിട്ടില്ലെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ ബെൽറ്റ് പെട്ടെന്ന് ചെത്തിയ പോലെ എടുത്ത് പോകും. കാരണം ഇതിന്മേ ഓൾറെഡി കിടക്കുന്നത് വലിയ പഴക്കമാവാത്ത ബെൽറ്റാണ്. പക്ഷേ എങ്കിൽ കൂടി കമ്പനി ബെൽറ്റല്ല, എങ്കിൽ കൂടി വലിയ പഴക്കമൊന്നും ഇല്ലാത്ത ബെൽറ്റാണ്. അപ്പോൾ ഈ വീലെന്ന് പറയുമ്പോൾ ഈ വീലിൻ്റെ ഉള്ളിലാണ് ഫ്രീ ആയിട്ടാണ് ബെൽറ്റ് ഇടുന്ന് പറയുക. അപ്പോൾ തുരുമ്പിൻ്റേതായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത് റബ്ബർ ബെൽറ്റ് ആയതുകൊണ്ടാണ് അത് ചെത്തി എടുത്ത് പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കത് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചു നോക്കിയത്. പിന്നെ നമ്മൾ വർക്ക് പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കാർബറേറ്റർ തുടങ്ങിയിട്ട് അതിനോടനുബന്ധിച്ച് വന്ന എല്ലാ ഭാഗങ്ങളും അഴിച്ച് ക്ലീൻ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ. ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ച് ഗ്രീസിങ് നടത്തിയിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഉടനെ എസ്റ്റിമേറ്റ് 100% ഇതാവണമെന്നില്ല, ചെറിയ വേരിയേഷൻസ് വരും. എങ്കിൽ കൂടി നമ്മൾ ആവറേജ് നമുക്ക് ഏകദേശം എന്ത് കോസ്റ്റ് വരുമെന്ന് ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡിയാക്കി നോക്കാം. അതും പ്രകാരം നമുക്ക് അതിൻ്റെ റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ച് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ട് തരാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.